ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യൽ മാങ്ങാച്ചാർ ഉണ്ടാക്കാം. മാങ്ങാച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ മാങ്ങ എല്ലാം കഴുകി വൃത്തിയാക്കി തുടച്ച് അരിഞ്ഞ് കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്ന് ഉപ്പ് ഞരടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചട്ടി അടുപ്പ് വെച്ചിട്ട് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ലെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ട് അതെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 2 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ച് അതും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതെല്ലാം കൂടെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുത്ത് അത് നമുക്ക് വെളുത്തുള്ളി പൊളിച്ച് ഒരു 4-5 കുടം വെളുത്തുള്ളി നമ്മൾ പൊളിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കുക. അതെല്ലാം കൂടെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ കറിവേപ്പില ഇട്ട് നമുക്ക് എന്നിട്ട് മസാല എന്ന് പറഞ്ഞാൽ മുളക് പൊടി 2-3 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂണ് ഉലുവാപ്പൊടി, എന്നിട്ട് 1 സ്പൂണ് നമ്മൾ കായപ്പൊടി ഇട്ട് കൊടുക്കുക. കായപ്പൊടി ഇച്ചിരി മുന്നേ ഇട്ട് നിൽക്കട്ടെ, നല്ല ടേസ്റ്റായിരിക്കും. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മാങ്ങ ഞരടി വെച്ചിട്ടുണ്ട്. അന്നേരം അതിൻ്റെ വെള്ളം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ലേശം വെള്ളം അതിനകത്തോട്ട് തെളിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കാം. വിനാഗിരി ഒഴിച്ച് അതെല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാങ്ങ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങ എല്ലാം നല്ല വൃത്തിയാക്കി വെച്ചിരുന്ന ഉപ്പ് ഞരടി വെച്ചിരുന്നാണ്. വെള്ളമെല്ലാം ഊറി വന്നിട്ടുണ്ട്. എന്നിട്ട് അത് വെള്ളം ഒന്നും ഒഴിക്കേണ്ട, നമുക്ക് ഇതിൽ തന്നെ ഉണ്ട്. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കടുക് പൊളന്നത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അടിപൊളി ഓണം സ്പെഷ്യൽ മാങ്ങാച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.